വിഭൂതിപാദത്തെ അധികരിച്ച് 2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കിനി ഇവിടെ പറയാനുള്ളത് കൈവല്യപാദമാണ്. കൈവല്യപാദത്തിൻ്റെ ആദ്യത്തെ പ്രകരണം സിദ്ധിപ്രകരണമാണ്. സിദ്ധിപ്രകരണത്തിലെ ഒരു സൂത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ചോദ്യം വായിച്ചിട്ട് തുടങ്ങാം. ജന്മസിദ്ധന്മാരെ പറ്റി മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ, ബാക്കി കൂടി വിശദീകരിച്ചാൽ നന്നാകും. അത് കൈവല്യപാദത്തിൽ ഈ സൂത്രം നമുക്കൊന്നുകൂടി നോക്കാം. പിന്നെ യോഗഭ്രഷ്ടനാകുന്ന സന്ദർഭം ഇദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെ. യോഗാരൂഢനല്ലേ? അശ്വാരൂഢൻ എന്ന് പറഞ്ഞാരാ? കുതിരയെ മെരുക്കാൻ അറിയാത്ത ഒരുത്തൻ, അല്ലെ മെരുക്കാൻ അറിഞ്ഞിട്ടും ആ മെരുക്കുന്ന പ്രക്രിയ അപ്ലൈ ചെയ്യാതെ കുതിരയെ ഓടിക്കുന്ന ഒരുത്തനത് സംഭവിക്കുക. അത് തന്നെയാണ് ആരൂഢചൂതൻ. യോഗമാകുന്ന കുതിരയെ കയറി അതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ സഞ്ചരിക്കുന്നവൻ താഴെ. അങ്ങനെ വീണവനെ വേദാന്തികൾ വിളിക്കുന്നതാണ് ആരൂഢച്യുതൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭാഷ യോഗഭ്രഷ്ടൻ എന്നാണ്. അത് യോഗം ലഭിക്കാതെ ആയുസ് കഴിഞ്ഞു പോവുകയാണ്, മരണത്തിന് കീഴ്പ്പെടുകയാണ്. അതാണ് പിന്നെ യോഗഭ്രഷ്ടൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. പിന്നെ ആകാശധ്യാനം, വേലായുധ ധ്യാനം. ആകാശധ്യാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേലായുധ ധ്യാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമ്മുടെ സുഷുമ്നാളിയിലൂടെ സുഷുമ്നയിൽ പിന്നെ വേലായുധി സങ്കല്പിച്ചിട്ട് ചെയ്യുന്ന അജപാവിദ്യയുടെ ഈ സാമ്പ്രദായികമായിട്ടുള്ള ഒരു പേര് മാറ്റം മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളിൽ അത്രയേ പറയാനുള്ളൂ. പിന്നെ വേറെ ഒന്നുകൂടി വിശദീകരിക്കാനുള്ളത് സവിതർക്കം നിർവിതർക്കം എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെ സാധകൻ എങ്ങനെ അറിയും എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ആദ്യം ഈ വൃത്തി എന്താ? അപ്പോൾ വികല്പം, സവിതർക്കം, നിർവിതർക്കം എന്നുള്ളതെന്ന് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ സവികല്പം, നിർവികല്പം എന്ന് പറയും. വികല്പം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലല്ല, അയഥാർത്ഥം എന്നല്ല. അല്ല, ആചാര്യം നിർവഹിച്ചിട്ടുണ്ട്. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പ. ശബ്ദജ്ഞാന അനുപാതി, അറിവ് ശബ്ദത്തിലൂടെ കേട്ടിരിക്കുന്നു. എന്നാലോ വസ്തുശൂന്യ, വസ്തുവിനെ കാണുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് കതിര പൊട്ടിയാൽ കൊണ്ട് ശബ്ദം കേൾക്കും, നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനെ ശ്രവണേന്ദ്രിയം മൂലം നമ്മുടെ മനസ്സിൻ്റെ വൃത്തികൾക്ക് വരുന്ന ഏകീഭാവത്തെയാണ് വികല്പം എന്ന് പറയുന്നത്. ഇത് വന്നുവല്ലോ എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു സ്വനഗ്രാഹിനി യന്ത്രം അവളെ ഓൺ ചെയ്ത് വയ്ക്കുക. സാധനം അവസാനിപ്പിക്കുമ്പം അത് അതിൻ്റെ റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതുവരെ എന്തെല്ലാം ശബ്ദങ്ങളുണ്ടായിരുന്നത് നിങ്ങൾ കേട്ടോളൂ. അതിൽ കേട്ടത് നിങ്ങൾ ഈ സമയത്ത് കേൾക്കാത്തത് വല്ലതും ഉണ്ടോ എന്ന് വിശകലനം ചെയ്തോളൂ. അപ്പോഴറിയാം നമ്മൾ ഏത് സമാധിയിലാണ്. ഇതൊന്നും പോകണ്ട, ഞാനെൻ്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ. എന്തായാലും നമ്മൾ ഇരിക്കുമ്പം ബാഹ്യമായ ശബ്ദം കേൾക്കില്ല, നമ്മുടെ പരിസരത്തുണ്ടാകുന്ന കാര്യങ്ങൾ അറിയില്ല, കാലം കടന്നു പോയതറിയില്ല. ഇതൊക്കെയാണ് നമുക്ക് ഒരു സെൽഫ് ഓഡിറ്റിങ്ങിന് ഉപയോഗിക്കാവുന്ന ടൂൾസ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നേറുകയാണ് വേണ്ടത്. ഇനി കൈവല്യപാദം 34 സൂത്രങ്ങളേ ഉള്ളൂ. അരമണിക്കൂർ 30 മണിക്കൂർ കൊണ്ട് നിർത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ജന്മസിദ്ധന്മാരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ശരിയാണ്. അത് പിന്നെ കൈവല്യപാദത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് ബോധപൂർവം. ഇന്നലെ പിന്നെ അദ്ദേഹം പോയി മൈത്രേയൻജി പറഞ്ഞു, ഔഷധം എന്ന് പറയുന്നത് പിന്നെ ദോഷകരമല്ലാത്ത ആഹാരം. ആരോഗ്യശാസ്ത്രത്തിൽ അങ്ങനെ ഒരു നിർവചനം കാഴ്ചപ്പാടുമുണ്ട്, പക്ഷേ യോഗശാസ്ത്രത്തിൽ അതല്ല. ഔഷധസിദ്ധിക്ക് ഉദാഹരണമായിട്ട് നാഗാർജുനനെയാണ് നമ്മൾ ഉദ്ധരിക്കാറ്. സിദ്ധന്മാരുടെ ഒരു രീതിയാണ് എന്നെല്ലാവർക്കും അറിയാം. മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ സൂക്ഷ്മാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഔഷധം തന്നെയാണ്, ആഹാരമല്ല. അങ്ങനെ കഴിച്ച സിദ്ധന്മാരായിട്ടുണ്ട്.
പക്ഷെ ഔഷധത്തിൻ്റെ പ്രഭാവം വന്നുമ്പോൾ അതങ്ങോട്ട് പോകും. അതുകൊണ്ട് സിദ്ധികളെ കൽപ്പിതം രണ്ടായി തിരിച്ചിട്ടുണ്ട്. കൽപ്പിത സിദ്ധികൾ ഔഷധവും, ഔഷധത്തിലൂടെ ഉണ്ടാകുന്ന സിദ്ധികൾ കൽപ്പിതവും, സമാധി സിദ്ധികൾ സമാധിയും പിന്നെ മന്ത്ര തപ സിദ്ധികൾ അകൽപ്പിതങ്ങളുമാണ്. അപ്പോൾ അതിൽ വിട്ടുപോയത് ഔഷധ സിദ്ധന്മാരെ കുറിച്ച് പറയാനാണ്. മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ ജന്മ സിദ്ധനെ ഒഴിവാക്കി ജന്മം ഔഷധം ഒഴിച്ച് ബാക്കി നിർത്തിക്കഴിഞ്ഞാൽ അത് നമ്മളാണ്. മന്ത്രസിദ്ധനാണ്, തപസിദ്ധനാണ്, സമാധിസിദ്ധനാണ്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. അത് ഹംസനാണ്. അപ്പോൾ ഹംസനുണ്ടാകുന്ന സിദ്ധികളെ കുറിച്ച് ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് വേണം ഗ്രഹിക്കാൻ. ഇനി ഈ സമാധിഭാഗത്തിലും പരിണാമം തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. രത്നാകരൻ വാൽമീകിയായിട്ടുള്ള പരിണാമത്തെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. ജാത്യന്തര പരിണാമ പ്രകൃതി ആപൂരാത്, അതിൻ്റെ സൂക്ഷ്മ പ്രക്രിയയെക്കുറിച്ച് തന്നെ പറയുന്നത്. നമ്മൾ ഉയർന്ന് സിദ്ധിയുടെ തലത്തിലെത്തുമ്പം നമ്മളെ അന്ധകരണങ്ങൾ ശുദ്ധിയാവുകയും ഈ അന്ധകരണങ്ങളുടെ ശുദ്ധി, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ കരുത്ത് പുറത്തേക്ക് അറിയും നമ്മൾ ശരീരത്തിലൂടെ. അത് തന്നെയാണ് ജാത്യന്തര പരിണാമം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് തന്നെ പല ജാതികളുണ്ട്. ബ്രാഹ്മണനുണ്ടാകും, മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ പറയാം, ക്ഷത്രിയനുണ്ടാകാം, ശൂദ്രനുണ്ടാകും, വൈശ്യനുണ്ടാകാം. ഈ രീതിയിൽ ഗുണപ്രകൃതിക്കനുസരിച്ച് ഉള്ള ആളുകളുടെ സ്വഭാവഭേദത്തെയാണ് ജാത്യന്തര പരിണാമം എന്ന് പറയുന്നത്. അത് പ്രകൃതി വികാരങ്ങൾ കൊണ്ട് നിറയുന്നതാണ്. അപ്പോൾ പ്രകൃതി വികാരം എന്ന് പറഞ്ഞതുകൊണ്ട് ബാഹ്യപ്രകൃതിയാണെന്ന് ധരിച്ചുകൊണ്ടാണ്. ആചാര്യൻ അടുത്ത സൂത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിമിത്തം അപ്രയോജകം പ്രകൃതീനാം വരണഭേദേഹേ തു തതഃ ക്ഷേത്രികവത്. അതെന്താ കാര്യം വെച്ചാൽ പ്രകൃതിയിലുണ്ടാകുന്ന, ബാഹ്യപ്രകൃതിയിലുണ്ടാകുന്ന അത്തരം ആപൂരണം ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് യോഗിക്ക് പ്രയോജനകരമേ അല്ല. നിമിത്തം അപ്രയോജകം പ്രകൃതീനാം, പ്രകൃതിയുടെ അത്തരം നിമിത്തങ്ങൾ യോഗിക്ക് പ്രയോജനകരമേ അല്ല. വരണഭേദേഹേ തു, വരണഭേദം എന്ന് പറയാൻ തടസ്സം നീക്കുക. തടസ്സം നീക്കുകയാകട്ടെ ക്ഷേത്രികവത്, ക്ഷേത്രത്തിൽ കൃഷി നടത്തുന്നവനാണ് ക്ഷേത്രികൻ. ക്ഷേത്രികൻ തൻ്റെ വയലിലേക്ക്, കൃഷിസ്ഥലത്തിലേക്ക് ജലം ഒഴുകി വരുന്നതിന് കൈത്തോടുകളിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം നീക്കണം, നീങ്ങണം. ആ നീങ്ങുമ്പോഴാണ് നമ്മുടെ അകത്തുള്ള പ്രകൃതി വികാരങ്ങൾ വന്നിട്ട് സാധകന് നിലവിലുള്ള സ്വഭാവത്തിൽ നിന്നും മുഴുവനായും ഭിന്നമായൊരു പ്രകൃതത്തിലേക്ക് പ്രവേശിക്കുന്നത്. വാൽമീകിയെ തന്നെ മനസ്സിൽ ഉദാഹരണമായിട്ട് വിചാരിച്ചാൽ മതി. ഇനി ഈ സിദ്ധിയുടെ കാര്യത്തിൽ നേരത്തെ പറയാത്ത ഒരു പദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അടുത്ത സൂത്രത്തിൽ. നിർമ്മാണ ചിത്തം എന്നാണ് പറയുന്നത്. ഒരു മനസ്സിൽ തന്നെ, ഇതിവിടെ പറയാൻ കാരണമുണ്ട്, അത് കുറച്ച് മുന്നോട്ട് മനസ്സിലായി. ഒരു മനസ്സിൽ തന്നെ ചിത്തത്തിൻ്റെ വിവിധ ഘടകങ്ങൾ പോലെ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നാൽ അത് ഘടകമല്ല, ഭിന്നമല്ല, ഏകമാണ്. അതിനെയാണ് നിർമ്മാണചിത്തം എന്ന് പറയുന്നത്. ഇപ്പം വൃത്തികളും സംസ്കാരങ്ങളും ബീജങ്ങളൊക്കെ നശിച്ചിട്ടുള്ള യോഗിയുടെ ചിത്തം അങ്ങനെ നിർമ്മലമായിരിക്കുമ്പം അസ്മിത മൂലമാണ് സിദ്ധി പ്രയോഗിക്കണം തോന്നുന്നു, അഹങ്കാരം വരുമ്പം. അപ്പോൾ ആ സമയം വരുമ്പം വളരെ നിർമ്മലമായിരിക്കുന്ന ഈ ചിത്തത്തിൽ അസ്മിതയുടെ സ്വാധീനത്തോടുകൂടി ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ചിത്തത്തിൻ്റെ രൂപമാറ്റത്തെയാണ് നിർമ്മാണ ചിത്തം എന്ന് പറയുന്നത്. ഓരോ സിദ്ധികളും നമ്മൾ കൈവരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ നിർമ്മാണ ചിത്തങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മനസ്സിങ്ങനെ തുടച്ച് വൃത്തിയാക്കി സാധനം ചെയ്ത് കൊണ്ടു നടന്നിട്ട് വീണ്ടും ഈ കാലത്താസിന് കൊള്ളാത്ത ഈ കാര്യത്തിന് വേണ്ടിയിട്ട് മാലിന്യങ്ങൾ വീണ്ടും നിക്ഷേപിക്കുകയാണ്. അപ്പം നിർമ്മാണ ചിത്തങ്ങളെ കൊണ്ട് കൈവല്യം പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്ന യോഗി ഒരിക്കലും തൻ്റെ മനസ്സിനെ വീണ്ടും വാസനകൾ കൊണ്ടോ ഒന്നും തന്നെ
മലിനമാക്കരുത്. എന്നാലും നമ്മൾ പിന്നെ ദീക്ഷയ്ക്ക് മുമ്പുള്ള പ്രതിജ്ഞയിൽ പറയാറുണ്ട്, 4 കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അതിലൊന്ന് മോക്ഷകാര്യത്തിനും ലോകശാന്തിക്കും വേണ്ടി മാത്രമേ വിദ്യ പ്രയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധികൾ കിട്ടുന്ന ആൾ ഈ പ്രതിജ്ഞ ഓർമ്മിച്ചു കൊള്ളുക. നിങ്ങളെ സിദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യയിലേക്ക് ആനയിച്ചത് ഈ പ്രതിജ്ഞയോടുകൂടിയാണ്. അപ്പം പ്രതിജ്ഞ പാലിച്ചില്ലെങ്കിൽ ഉപദേശം തന്നെ ഗുരുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രകൃതിയാൽ പറയുന്നത് ലംഘിച്ച ആളുകൾക്ക് ദോഷം വരുമെന്നാണ്. അപ്പം എന്നിരുന്നാലും ലോക കല്യാണാർത്ഥം, ലോക നന്മയ്ക്ക് വേണ്ടി തൻ്റെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ യോഗിക്ക് പ്രയോഗിക്കാം. കർമ്മപ്രേരണം ഇതിന് തുടർച്ചയായിട്ട് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശൂന്യമായ വൃത്തിശൂന്യമായ ചിത്തത്തിൽ നിർമ്മാണ ചിത്തം വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ വരുമ്പം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. തത്ര ധ്യാനജം അനാശയം. വീണ്ടും പറയും സാധന ചെയ്തുള്ള. അങ്ങനെ നമ്മുടെ ശുദ്ധമായ ചിത്തം മലിനമായാൽ സാധന ചെയ്ത് വീണ്ടും അതിനെ കഴുകി വൃത്തിയാക്കണം. ഇനി യോഗിയുടെ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഗിയുടെ കർമ്മത്തിൽ ചെയ്യുന്ന കർമ്മ പ്രകാരം നിർമ്മാണ ചിത്തം വഴി വീണ്ടും വാസനകൾ കയറി വരാതിരിക്കാൻ വേണ്ടി യോഗി ശ്രദ്ധിക്കണം. അതുകൊണ്ട് യോഗിയുടെ കർമ്മങ്ങളെ അശുക്ലം അകൃഷ്ണം എന്ന് 2ആയി തിരിച്ചിട്ടുണ്ട്. ശുക്ലം കൃഷ്ണം, ശുക്ലകൃഷ്ണം എന്നിങ്ങനെ 3ആയി കർമ്മങ്ങൾ യോഗികളല്ലാത്ത ആളുകൾക്ക് വേണ്ടിയും വേർതിരിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശുക്ലകർമ്മം അശുക്ലകർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യപാപ സംബന്ധമില്ലാത്ത കർമ്മങ്ങൾ എന്നാണ്. അവിടെയാണ് വരുന്നതിൽ പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യം ലോകശാന്തിക്കും മോക്ഷകാര്യത്തിനും വേണ്ടി മാത്രം. അത് മോക്ഷകാര്യം തൻ്റേതാണ് എങ്കിൽ മോക്ഷകാര്യത്തിന് വിദ്യ ഉപയോഗിക്കുന്നത് ശാസ്ത്രപ്രകാരം അനുവദനീയമാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം ലോകശാന്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് തനിക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് അത് ശുക്ലകർമ്മമല്ല, പുണ്യകർമ്മമല്ല, പാപകർമ്മമല്ല. യോഗിയെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ ഇത് കർമ്മയോഗമാണെന്ന് വെച്ചാൽ കർമ്മയോഗമല്ല, ഇതിൻ്റെ പ്രിമിറ്റീവ് സ്റ്റേജാണ് കർമ്മയോഗം. പിന്നെ ഈ കർമ്മത്തെ സംബന്ധിച്ച് ഈ കർമ്മവിഭാഗങ്ങൾ സമയമാകുമ്പോഴേ കടന്നു വരുള്ളൂ. അതിന് കർമാശയത്തിലെ ഈ വാസനകൾ അതിന് വിഭാഗം, അത് കാലം എത്തുമ്പോൾ മാത്രമേ അത് കടന്നു വരൂ. അതാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. അപ്പം യോഗി അശുക്ല ആകർഷ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് തൽക്കാലം അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിലും അത് ബീജരൂപത്തിൽ ഇരിക്കുകയും സമാധിക്ക് കൈവല്യത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യും. അത് സാധാരണ ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാതി ദേശം കാലം ഇതിലെ വ്യത്യാസമൊന്നും കൂടാതെ ആണ് ഈ കാര്യങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ വെച്ച് നമ്മുടെ അംശന്മാരിലെ ഒരാളെ നാളെ ബാബുചേട്ടൻ ഞാനോ യോഗഭ്രഷ്ടരായി മരിച്ചു പോയിട്ട് നാളെ ചൈനയിലോ പാകിസ്ഥാനിലോ വിഭജനം ഉണ്ടായാലും ഇവിടെ ചെയ്തതിൻ്റെ അക്കൗണ്ടിൻ്റെ ബാക്കി അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഈ സമയം MC² എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ജാതി ദേശം കാലം എന്നിവയെ അതിക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാസനകൾ പ്രകടമാവുക. ഞാൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ പറയാം. അത് വെറും അനിക്ഡോട്ടാണ്, പക്ഷെ പ്രിൻസിപ്പിൾ ഇതാണ്. ശരിയാണെന്ന് അറിയില്ല, ശരിയായിരിക്കാം. ഈ ചട്ടമ്പി സ്വാമികൾ ഒരിക്കലും പ്രഭാത സവാരി നടത്തുമ്പോൾ ഒരു കാളവണ്ടി എതിരെ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മുന്നിൽ പ്രഭാത സവാരി നടത്തിക്കൊണ്ടിരിക്കുന്ന വേറെ ഒരാളുണ്ട്. അങ്ങേര് ന്യായാധിപനാണ്, ജില്ലാ തലത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അപ്പം ആ പദവിയുടെ ഒരു ഉയർച്ചയെക്കുറിച്ച് ആലോചിക്കണം. അദ്ദേഹം ജോഗിങ് നടത്തുന്നുണ്ട്. ചട്ടമ്പി സ്വാമിക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എതിരെയാണ്, 2 പേർക്കും എതിരെയാണ് കാളവണ്ടി കടന്നു വരുന്നത്. കാളവണ്ടി ഈ ജഡ്ജിന് മുമ്പിലെത്തിയപ്പോൾ ആ കെട്ടിയിരുന്ന കാളകളിൽ ഒന്ന് ഈ ജഡ്ജിനെ നോക്കി ഒന്ന് അമറി.
ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. പുറകെ വരുന്ന ചട്ടമ്പി സ്വാമി അല്പം കൂടെ വേഗം ഉറന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ നിന്റെ അച്ഛനാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. ചട്ടമ്പി സ്വാമിയോട് ചോദിച്ചു, ഇതിനെന്ത് പരിഹാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ഈ കാളവണ്ടിയുടെ ഉടമസ്ഥന് നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ ബാധ്യത തീരുന്നവരെ ഇത് കഴിക്കേണ്ടി വരും. അപ്പം നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് അവനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്കുന്നു. അതിൻ്റെ സംഖ്യ ചട്ടമ്പി സ്വാമി പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ തത്വം അവിടെ റിഫർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പ്രകാരം സ്വാമി പറഞ്ഞ തുകയായിട്ട് ഈ ജഡ്ജ് കാളവണ്ടിക്കാരനെ വീട് അന്വേഷിച്ചു പോയി. അങ്ങനെ വിളിച്ചു, ഒന്നും പറയാതെ ഈ പൈസ അങ്ങോട്ട് കൊടുത്തു. ഈ പൈസ കിട്ടിയതും ഈ കാള അവിടെ വെച്ച് ചത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം രൂപത്തിൽ ജാതിദേശ ഭേദത്തോടു കൂടിയാണ് ഈ കർമ്മഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയും ഏത് രൂപത്തിലും കടന്നു വരാം. ആ സംസ്കാരം കാളയെ ജനിച്ചാലും പട്ടയെ ജനിച്ചാലും മനുഷ്യനായി ജനിച്ചാലും ആ കർമ്മത്തിൻ്റെ സംസ്കാരം നമ്മളെ ഉള്ളിലിരിക്കും. ഈ വാസനകൾ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം ആഗ്രഹമാണ്. അത് കോമണായിട്ട് അതിനെ കൂടുതലൊന്നും പറയാനില്ല. അതാണ് താസാം അനാദിത്വം ച ആശിഷോ നിത്യത്വ. ഈ വാസനകളെ ഇല്ലാതാക്കേണ്ട മാർഗം വീണ്ടും അതിനകത്ത് അവിദ്യ കടന്നു വരുന്നുണ്ട്. ഹേതുഫല ആശ്രയ ആലംബനൈ സംഗൃഹീതത്വാത്. ഹേതു, ഫലം, ആലംബനം, ആശ്രയം. ഹേതു എന്ന് പറയുന്നത് ക്ലേശങ്ങളാണ്. ഫലം എന്ന് പറയുന്നത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള സുഖഭോഗങ്ങളോടുള്ള ആ ഒരു പ്രതീക്ഷയാണ്. ആലംബനം എന്ന് പറയുന്നത് ചിത്തമാണ്. ആശ്രയം എന്ന് പറയുന്നത് ചിത്തമാണ്. ആലംബനം എന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയമാണ്. ഏഷാമഭാവേ തദഭാവ. ഇത്രയും കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് വാസനകൾ ഉണ്ടാവില്ല. അപ്പം വാസനകൾ വരുന്നുണ്ടെങ്കിൽ അവിദ്യ പോയിട്ടില്ല. സാധകന് സെൽഫ് ഓഡിറ്റിങ്ങിന് സമയമായി. അവിദ്യയുണ്ട്, വാസന ഫീൽ ചെയ്യുന്നുണ്ട്, അവിദ്യയുണ്ട്, അവിദ്യ പോയിട്ടില്ല. അപ്പോൾ അവിദ്യ പോകുന്നത് വരെ അതിനുണ്ട് പറഞ്ഞിരിക്കുന്ന പരിഹാരത്തെ അനുഷ്ഠിക്കുക. ക്രിയായോഗം തന്നെയാണല്ലേ. ക്ലേശ തനൂകരണാർച്ച ക്ലേശ തനൂകരണാർത്ഥ സമാധി ഭാവനാശ്ച. ക്ലേശങ്ങളെ ലഘൂകരിച്ച് സമാധി പ്രാപിക്കാനാണ് ക്രിയായോഗത്തെ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ഈ അപ്പോൾ കർമ്മത്തെ സംബന്ധിച്ച് അത്രയും കൈവല്യ പാദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. വാസനകളെ ശാസന കൊണ്ട് നേരിടണം. ശാസനം കൊണ്ട് അതെനിക്ക് പറ്റിയതല്ല എന്നും പറഞ്ഞ് ബുദ്ധിയെ അനുനയിപ്പിക്കുക. വിപരീത ഭാവന യോഗസൂത്രത്തിലാണ് പറയുന്നത്. വിതർക്കബാധനെ പ്രതിപക്ഷ ഭാവനം. നേരത്തെ പറഞ്ഞ വിതർക്കമാണ്, സവിതർക്കം, നിർവിതർക്കം. അത് വരുമ്പോഴാണ് അതിന് പ്രതിപക്ഷ ഭാവനയോടുകൂടി നേരിടേണ്ടത്. അഹങ്കാരം എന്ന് പറയുമ്പം സാധനാർത്ഥത്തിൽ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ആഴം മനസ്സിലാക്കണം. നമ്മൾ ഈ ധർമ്മമേഘ സമാധി എന്ന് പറയുന്ന വിടവുകളില്ലാതെ അനവരതം പ്രവഹിക്കുന്നത് എത്തുന്നവരെ ഇത് അല്പം ഉണ്ടാകും. ഇതിൻ്റെ വേരിയേഷൻസ്, അതിൻ്റെ ഫ്രീക്വൻസി, ആവർത്തിയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവും. അല്പം അതുണ്ടാവും. അത് അവസാന നിമിഷം വരെ നമ്മൾ കൂടെ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കൂടുതൽ വികസിക്കാതെ നോക്കുക എന്നുള്ളതാണ്.
അസ്മിത എന്നാണ് അതിന് പറയുന്നത്. അഹങ്കാരത്തേക്കാൾ ആ അഹങ്കാരം കൊണ്ട് സിദ്ധി പ്രകടിപ്പിച്ച് നശിച്ച കേമന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആളെ വെറും പറയില്ല. അത് സിദ്ധി പ്രയോഗിക്കുന്നത് അതിന് തന്നെയാണ്. സ്വന്തം പേരിൽ ആശ്രമം ഉണ്ടാക്കാൻ വേണ്ടി കോണകത്തിൻ്റെ അകത്തുനിന്ന് കറൻസി നോട്ട് എടുക്കണമെങ്കിൽ അഹങ്കാരമില്ലാതെ വേറെ എന്തിനാണ്? അല്ലേ? നശിച്ചു. അതുകൊണ്ട് അത് അരുതെന്നാണ് പറയുന്നത്. പൂക്കളല്ല, മുള്ളുകളാണ്. സൂക്ഷിച്ച് കഴിയുക. ആ പിന്നെ വസ്തുക്കളുടെ പരിണാമത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് മനസ്സിനെ കൂടി ഭൗതികം വസ്തുവായിട്ട് ആചാര്യൻ കാണുന്നത്. എങ്കിൽ കൂടി വസ്തു ചിത്തത്തിന് അധീനമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഈ കാണുന്ന വസ്തുക്കളിൽ നിന്നും മനസ്സിന് അധീനമാണ് എന്നുള്ള ധാരണ തെറ്റാണ് എന്നാണ് പറയുന്നത്. പിന്നെ വസ്തു ഇന്നലെ ഞാൻ പറഞ്ഞ വിപരാഗത്തെക്കുറിച്ച് പറയുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. പരിണാമത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം ഉള്ളത്. പരിണാമ വിധേയമല്ലാത്ത ഒന്നേ ഉള്ളൂ, അത് പുരുഷനാണ്. പുരുഷന് പരിണാമമില്ല. നേരത്തെ പറഞ്ഞ് പുരുഷൻ ഭോഗങ്ങൾ അനുഭവിക്കുന്നത് മനസ്സിനെ മധ്യവർത്തിയായി നിർത്തിക്കൊണ്ടാണ്. പുരുഷൻ്റെ സാമ്യത്തിൽ ഒരു നിഴൽ പതിക്കുമ്പം സത്യത്തെ ജീവാത്മാവെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് തോന്നുന്നത്. വേറൊരു സാധനം കാണുന്നില്ല, സുഹൃത്ത് കാണുന്നില്ല. അത് മനസ്സിൻ്റെ സഹായത്തോടു കൂടി പുരുഷൻ്റെ നിഴൽ ഈ ഭോഗം അനുഭവിക്കണം. പുരുഷൻ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി പുരുഷൻ പരിണാമത്തിന് വിധേയമല്ല. ഈ അനുഭവത്തിൻ്റെ ഭോഗാനുഭവത്തിൻ്റെ വാസനകളൊക്കെ മനസ്സിൽ ചിത്തത്തിലാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസമുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരിക്കാത്തത്. അല്ല, ഉപരാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിയിലെ ഒരു വ്യവസ്ഥയാണ്. കണ്ണ് കാണുന്നു, ആ കാണുന്നു എന്ന് നാം അറിയുന്നു. അത് നമ്മുടെ ഫിസിയോളജിയാണ്. ഈ ഫിസിയോളജിയിൽ നമ്മുടെ കൈവിലെത്തുന്ന തടസ്സമായ കാര്യങ്ങൾ കടന്നു വരുന്നതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വിഷയങ്ങൾ ഇന്ദ്രിയദ്വാര നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നതിനെയാണ് ഉപരാഗം എന്ന് പറയുന്നത്. അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഈ കർമ്മയോഗത്തിൻ്റെ ടൂൾ ഇത് തന്നെയാണ്, ഈ ഉപരാഗത്തെ തടയുക. അത് ത്യാഗത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അതിങ്ങനെ ഓട്ടോമാറ്റിക്കലായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ തടയേണ്ടടുത്തേക്ക് തടയുക, അഴിച്ചു വിടേണ്ട സമയത്ത് അഴിച്ചു വിടുക. ഉപരാഗത്തിൻ്റെ കാര്യം അത്രയേ പറയാനുള്ളൂ. സഞ്ചിത കർമ്മങ്ങളുടെ വാസനകൾ സംസ്കാര പ്രേരിതമായി കർമ്മങ്ങൾ വരുന്നില്ല എങ്കിൽ അക്കൗണ്ട് തീർന്നു എന്നാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊക്കെയാണ് ഏറെക്കുറെ സിദ്ധി വരുന്നത്. ഈ സിദ്ധി കാണിച്ചിട്ട് പുതിയ അക്കൗണ്ട് തുറക്കരുതെന്നാണ് ഇത് ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധി നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇല്ലേ? എങ്കിൽ നമ്മുടെ ചിത്തത്തിലുണ്ടാകുന്ന ശുദ്ധിയും അശുദ്ധിയും ആ സമയത്ത് നമുക്ക് അറിയാറാകും. ഇനി കൈവല്യം എന്ന് പറയുന്നത് കേവലമായ അവസ്ഥയെയാണ്. കേവലമായ അവസ്ഥ എന്ന് പറയുന്നത് പുരുഷൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാത്ത അവസ്ഥ. നേരത്തെ 4 സന്ദർഭങ്ങളിൽ കൈവല്യത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണത്. പുരുഷൻ പ്രകൃതി
ഈശ്വര സങ്കല്പമേ അല്ല. ഈശ്വരൻ അല്ല, അങ്ങനെ കൺസെപ്റ്റ് ഇതിനകത്ത് കാണുന്നില്ല. ആര് പറഞ്ഞേ? അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസം. അല്ലത് നമ്മൾ സാധന ചെയ്ത് പുരുഷത്തിൽ പ്രാർത്ഥിക്കുകയും ഞാൻ പറയാം. എനിക്ക് മനസ്സിലായ ഇന്നത്തെ ക്ലാസ്സുകൾ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരുന്നതാണ്. ഈ സൂത്രത്തിൻ്റെ ഒരു പ്രത്യേകത ചോദിച്ചിട്ടുണ്ടോ? മനസ്സിൻ്റെ 5 വൃത്തികളെ പറഞ്ഞു, 5 വൃത്തികളെ നിർവചിച്ചു. ഈശ്വരനെ പറ്റി പറഞ്ഞു, ഈശ്വരനെ നിർവചിച്ചു. ഈശ്വരൻ്റെ നിർവചനം എന്താ? ഞാനങ്ങോട്ട് ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ എല്ലാ ക്ലാസ്സുകളും വന്നിട്ടുണ്ട്. ഈശ്വരൻ്റെ നിർവചനം എന്താ? യോഗസൂത്രത്തിൻ്റെ നിർവചനം എന്താണ്? അത് മനസ്സിലായി. ഇന്നലെ ഇവിടെ എടുത്തപ്പം ശ്രദ്ധ വേറെ എവിടെയൊന്നും മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നലെ ഇവിടെ 2, 3, 4 തവണ ആവർത്തിച്ചിട്ടുണ്ട് ഈ കാര്യം. ആ സമയത്ത് ഉറങ്ങിപ്പോവുകയോ ശ്രദ്ധ വേറെ എവിടെയൊക്കെ ആയിപ്പോകാൻ വിഷയം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിരിക്കുന്ന കർമ്മമില്ല. ഈശ്വരൻ്റെ കർമ്മമില്ല. കർമ്മമില്ലാത്തത് കൊണ്ട് ക്ലേശമില്ല. ക്ലേശമില്ലാത്തത് കൊണ്ട് കർമ്മവിഭാഗങ്ങളൊന്നുമില്ല. ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, യോഗസാധനയിൽ പ്രവേശിക്കുന്ന സാധകൻ തൻ്റെ സാധനാബലം കൊണ്ട് ഇത്തരം അശുദ്ധികളെ കളഞ്ഞ് എപ്പോഴും പരിശുദ്ധനാകുന്നു അയാൾ ഈശ്വരനാണ്. ഇന്നലെ മൈത്രേയൻജി ഈ കൺസെപ്റ്റ് അവതരിപ്പിച്ചുള്ള ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് ഈ രീതിയിൽ സാധന കൊണ്ട് ക്ലേശങ്ങളെ കളഞ്ഞ് പുരുഷനെ ശുദ്ധനാക്കിയ മഹാത്മാവിനെ ആശ്രയിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് ചിന്തിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, സ്വീകാര്യമാണ്. അപ്പം അതാണ് ചോദിച്ചത്. ഒന്ന് പറയുമ്പോൾ നിർവചനം എന്താണെന്ന്, അത് ആ വാക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് എന്ന് ദ്യോതിപ്പിക്കാനാണ് ശാസ്ത്രങ്ങൾ അതിനെ നിർവചിക്കുന്നത്. ഈ നിയമത്തിലുണ്ട്. നിയമത്തിൽ പ്രയോഗിക്കുന്ന ഓരോ വാക്കും അതിൻ്റെ 2ാമത്തെ വകുപ്പിൽ വിസ്തരിച്ച് നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വകുപ്പുകളിലേക്ക് അത് അപേക്ഷിക്കുമ്പം ഈ നിർവചനത്തിൽ പറഞ്ഞ അർത്ഥം മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യുള്ളൂ. അത് ഈശ്വരൻ എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് ഇതാണ്. അല്ലാതെ ജനസാമാന്യം വിചാരിക്കുന്ന പോലെ മുകളിൽ ഒരാളിരുന്നിട്ട് ഇവൻ ദുഷ്ടനാണ്, ഇവനെ 2 കൊടുക്കണം, ഇയാൾ ശിഷ്ടനാണ്, ഇയാൾക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇവനെ അത്ര ശരിയില്ല, ഇവനൊന്ന് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ല ഈശ്വരൻ. അപ്പം നമ്മുടെ കൺസെപ്റ്റാണ് പ്രശ്നം, ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഇനി എന്തെങ്കിലും വ്യക്തമാക്കാനുണ്ടെങ്കിൽ പറയാം. പറയാം, ഞാൻ പറയാം. ആയിക്കോട്ടെ, ഞാൻ വിശദീകരിക്കാം. നോക്കൂ, നിങ്ങൾ ഒരു ശില്പിയെ വിളിക്കുന്നു. ശില്പി ശ്രദ്ധിക്കേണ്ടത് പറയാം, അല്ല ഞാൻ വെറുതെ തൊണ്ടാകേണ്ടത്. നമ്മളൊരു ശില്പി എടുത്ത് പോയിട്ട് പറയുകയാണ്, എനിക്ക് ബുദ്ധൻ്റെ ഒരു പ്രതിമ വേണം. അത് കേട്ട ഉടനെ അങ്ങേര് പ്രതിമ കൊത്താനുള്ള പാറയുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയാം. അങ്ങനെ അദ്ദേഹം പറയുന്ന രീതിയിലുള്ള കല്ല് ശില്പിയെടുത്ത് എത്തിച്ചു. പിന്നെ അയാളെന്താ ചെയ്യണത്? ഈ പാറക്കല്ലിൽ ബുദ്ധൻ്റെ രൂപത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളെയും കളയുകയാണ്. അല്ലേ? സാധകൻ പുരുഷനെ മൂടിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കളഞ്ഞിട്ട് തൻ്റെ സ്വരൂപത്തെ ശില്പി പ്രതിമ കൊത്തിയെടുക്കുമ്പോൾ കൊത്തിയെടുക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, യോഗി ശാസ്ത്രകാരനാണ്, വിശ്വാസിയല്ല, ആരാധകനല്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉള്ളിൽ തട്ടിയില്ല എന്ന് മനസ്സിലായി. അത് പതുക്കെ തട്ടിക്കോളും. പ്രപഞ്ചത്തെ ഭൗതികമായി വീക്ഷിക്കുന്ന പാരമ്പര്യമാണ്
സനാതന ധർമ്മത്തിൻ്റേത്. ഈ വേദജ്ഞൻ എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വേദങ്ങളായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടിക്കൊള്ളേണ്ട. നമ്മുടെ പുരോഗതിക്ക് എന്തെല്ലാം വിഘ്നങ്ങൾ, നമ്മുടെ ചിന്തയ്ക്ക്, ഉത്ഭുതതയ്ക്ക് എന്തെല്ലാം വിഘ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ 99% ഉത്തരവാദിത്വവും ഈ വൈദികതയെ അംഗീകരിച്ച് അതിൻ്റെ കീഴിൽ വളർന്നു വന്ന സംസ്കാരമാണ്. സ്വതന്ത്രമായ ചിന്താധാരയെ ഒരു തരത്തിലും ഇവർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ആദ്യം സ്വന്തം ബുദ്ധിയെ ഇങ്ങോട്ട് പറിച്ചു മാറ്റി നമ്മുടെ സംസ്കാരത്തിലെ രണ്ട് ധാരകളെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകുന്നതല്ല. ഇതുണ്ടാകാൻ വേണ്ടിയാണ് സന്ദർഭം കിട്ടുന്നത് നമ്മളൊക്കെ ഇത് പറയുന്നത്, അല്ലാണ്ട് മറ്റതിനുള്ള വിരോധം തീർക്കാനല്ല. 6 ദർശനങ്ങളാണ് പറയുന്നത്. ഇപ്പം പിന്നെ നമ്മുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ. എന്നിട്ട് പറയാൻ അറിയാം അതിന് കീഴിൽ വളർന്നു വന്ന ദർശനങ്ങൾ. ഞാൻ ന്യായ ദർശനത്തിൻ്റെ ഒരു ചരിത്രം പറയാം. ന്യായ ദർശനം എന്ന് പറഞ്ഞത് റിസർച്ച് മെത്തഡോളജിയാണ്. ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെ വിശകലനം ചെയ്തിട്ട് സത്യത്തെ കണ്ടെത്തണം. അപ്പം നൈയായികന്മാരാണ് ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിലെ ബുദ്ധിജീവികളെന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ജനുസ്. ഈ നൈയായികനെ തള്ളി പറയുകയാണ് ഇവർ ചെയ്തത്. ആര്? വൈദികന്മാർ. തീർന്നില്ല. ഈ ന്യായസൂത്രങ്ങൾക്ക് ദർശനത്തിൻ്റെ പദവി കൊടുത്തത് തന്നെ വേദങ്ങൾക്കെതിരെ ഇതിനകത്തുണ്ടാകുന്ന ചില സൂത്രങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ശബ്ദപ്രമാണം എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതും മനസ്സിലാകാത്തതുമായിട്ടുള്ള രീതിയിൽ സൂത്രം ഉൾപ്പെടുത്തിയതിന് ശേഷമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ അത് മീമാംസാ അർത്ഥത്തിൽ സംസ്കൃത വ്യാകരണവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അവസാന വേദത്തിലെത്തും. പക്ഷേ ഗൗതമൻ അല്പം കൂടി ബുദ്ധി വളരായതുകൊണ്ട് അപ്പുറത്തെ ശബ്ദത്തിന് നിർവചനം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞത് ആപ്തോപദേശക ശബ്ദ. തീർന്നല്ല, തർക്കമില്ല. കാരണം വേദം ഇവർ പറയുന്ന മാതിരി ഈശ്വരൻ്റെ വാണിയാണെങ്കിൽ ഈ നിർവചനം അതിന് പിടിക്കും, അല്ലെങ്കിൽ പിടിക്കില്ല. ആപ്തോപദേശക ശബ്ദ. ആപ്തം എന്ന് പറഞ്ഞ സാക്ഷാത്കാരം ചിന്തിച്ചവൻ, അറിവ് നേടിയവൻ, ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു. ഇവർ പറയുന്നത് പ്രമാണമാണ്. അപ്പോൾ ഇങ്ങനെ ചിന്താധാരയിൽ ഇപ്പോഴും ഈ വൈദിക മതം ഉണ്ടാക്കിയ കൺഫ്യൂഷനാണ് സിജുവിനൊക്കെ ധാരാളം ആളുകളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ വഴിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് യോഗസാധകന് അല്ലെങ്കിൽ സാഖ്യമാർഗം തുടരുന്നതിന് ഏറ്റവും ഉത്തമം. അത് ആവശ്യമുള്ളത് നടത്തിക്കോട്ടെ, നമ്മളിങ്ങോട്ട് എടുക്കണ്ട. എടുത്താൽ നമ്മുടെ വഴിക്ക് ഇത്തരം ധാരാളം സംശയങ്ങളുണ്ടാകും. അതെ, തലയിലെടുത്ത് വെച്ച് നടക്കാണ്ടിരുന്നാൽ മതി. അല്ല, ആ വിശ്വാസത്തിൻ്റെ പ്രമാണം എന്ത് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾക്ക് വിശ്വസിക്കാം, വൈദികന്മാർക്ക് അത് പറയാം. ഇപ്പം ഞാൻ പറയല്ല, എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം യോഗദർശനം എന്ന് പറയുന്നത് വ്യാസഭാഷ്യമാണ്. ഇത് പ്രസിദ്ധീകരിച്ച ആരാന്നറിയാം നിങ്ങൾ? കോഴിക്കോട് വേദം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ. അയാൾ ഞാൻ പറയില്ല, ഒരാൾ കൂടി വ്യക്തിപരമായിട്ട് മോശം പറയുന്നത് ശരിയല്ല. ഐഡിയോളജിക്കലി നമുക്ക് വിമർശിക്കാം. അങ്ങനെ ഇനി നേരിട്ട് കണ്ടാൽ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം എന്തായിരുന്നു? അത് ചോദിക്കല നമുക്ക്. അപ്പോൾ ഇതൊന്നും വേദത്തിന് കീഴിലല്ല. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, യോഗ സംസ്കൃതി എന്ന് പറയുന്നത് ഈ 4 വേദങ്ങളും ആവിർഭവിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നതാണ്. നമ്മൾ കേട്ടിരിക്കുന്നത് പ്രപഞ്ച ഉൽപ്പത്തിയോടുകൂടി അപൗരുഷേയമായി ഉണ്ടായ സാധനമാണ് വേദം എന്നല്ലേ? അല്ലേ? സിജു ഇത് കേട്ടിട്ടുണ്ടോ? വിശ്വാസമായി നിൽക്കുന്നുണ്ടോ? തുറന്നു പറയാം. എങ്ങനെ? എന്തുകൊണ്ട്? അല്ല, അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒരു കാരണമാണല്ലോ. ഉറപ്പല്ലേ? ഇനി ഈ വേദത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ 1000-ൽ 1 പോലുമില്ല.
ഉള്ള കാര്യങ്ങൾ ഞാൻ പറയണം. വേണേ പറയാം, ക്ഷമ ഉണ്ടെങ്കിൽ പച്ചക്കെന്ന് പറഞ്ഞുതരാം. ലോകത്തിലെ ആദ്യത്തെ സെമിറ്റിക് മതം നടപ്പിലാക്കിയ ആളുകളവർ. തൻ്റേതില്ലാത്തൊന്നും പാടില്ല. ഋഗ്വേദത്തിൻ്റെ മലയാള പരിഭാഷ കിട്ടാനുണ്ട്. വൈദിക സംസ്കൃതം എന്ന് പറയുന്നത് ആധുനിക വ്യാകരണ നിയമങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നല്ല. എന്നാലും അത് അറിയുന്ന, എന്താ പറയണ്ടേ, അതറിയുന്ന ആളുകൾ കഴിയുന്നവരെ എഴുതവൽക്കരിച്ച് മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ മതി. യാഗം ചെയ്തില്ല എന്ന ഒറ്റ കാരണത്താലാണ് നമ്മളെ ഗുരുവായൂരപ്പനെ ഇന്ദ്രനും ബൃഹസ്പതിയും ചേർന്ന് കുന്നു കളഞ്ഞത്. അംഗീകരിക്കാൻ പറ്റുമോ? അത് എങ്ങനെ എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അത് ഉണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഞാൻ ഈ ഋഗ്വേദ മന്ത്രം എൻ്റെ കണ്ണിൽ പെട്ടപ്പം ഈ നൈയായികന്മാരുടെ മോഡലിൽ അല്പം ചിന്തിച്ചു. കുറേ പേരിൽ അനവധി ആളുകൾ ഉണ്ടാകാതെ ഇത് നമ്മളെ കൃഷ്ണൻ തന്നെയാണെന്ന് ഇത്ര ഉറപ്പ് ആരോട് ചോദിക്കാനും. പിന്നെ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ ആശ്രയിച്ചത് സായണാചാര്യരുടെ ഋഗ്വേദ ഭാഷ്യമാണ്. സംസ്കൃതത്തിലുള്ള അതേ ഭാഷ. ഞാൻ സംസ്കൃത പണ്ഡിതനൊന്നുമല്ല, അച്ചെഴുതി കണ്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ഇത്രയുള്ളൂ. അതിനകത്ത് ബൃഹസ്പതിയുടെ പേര് പറയുന്നത്. ഇന്ദ്രനും ബൃഹസ്പതിയും കൂടി കൊന്നതെന്ന് പറയുന്നത്. അംശുമതി എന്ന് പറഞ്ഞാൽ യമുനയുടെ തീരത്ത് നമ്മുടെ അറിവിൽ ഒറ്റ കൃഷ്ണൻ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് കൊന്നത്. ഉണ്ട്. അതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പുരാണത്തിൽ വന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കുറ്റപ്പെടുന്നതിന് കാര്യമില്ല കേട്ടോ. ഞാൻ അതും കൂടി പറയാം. നമുക്കിത്തിരി കാലബോധം ഉണ്ടാകണം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സംഭവമാണ്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ മാറി, ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂഗോളങ്ങളിൽ മാറ്റമുണ്ടായി. വമ്പൻ മാറ്റങ്ങൾ കടന്നു വന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ കാലത്തെ നിർണ്ണയം ചെയ്യുന്നത്. ചരിത്രത്തെ നമ്മൾ നിർണ്ണയം ചെയ്യേണ്ട, നമുക്ക് ദർശനത്തെ നിർണ്ണയം ചെയ്യാലോ? ദർശനം കാലാതീതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, വൈദികവും അവൈദികമായ പാരമ്പര്യത്തെ കൂട്ടിക്കൊടിച്ചു കൊണ്ടുപോയാൽ നമുക്ക് പുരോഗതി ഉണ്ടാകില്ല. അതെ. ഇനി കൃഷ്ണനെ കൊന്നു പറഞ്ഞാൽ അതൊരു സ്ട്രേ ഇൻസിഡൻ്റ് എന്ന് ആരെയും സമാധാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സമാധാനിക്കണ്ട കേട്ടോ. നമ്മുടെ സമാചാരത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുണ്ടല്ലോ അഗസ്ത്യരെ കൊല്ലാൻ നോക്കിയാണ്. അഗസ്ത്യരെ കൊല്ലാൻ നോക്കി എന്നുള്ളത് ഋഗ്വേദത്തിലൊരു സൂക്തമാണ്. ആ സൂക്തത്തിൽ അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അടുത്ത സൂക്തത്തിൽ എന്നിട്ട് അഗസ്ത്യരും ഇന്ദ്രനും കൂടി യാഗം ചെയ്തു. ആ വരികൾക്കിടയിലെ സംഭവം നിങ്ങൾ ഊഹിച്ചോളൂ. എനിക്ക് കളഞ്ഞെടുത്തൊന്നുമില്ല. അതുകൊണ്ട് അതങ്ങനെയാണ്. ആ പാരമ്പര്യം നികൃഷ്ടം തന്നെയാണ്. ഇനി കാലപ്പഴത്തിന് ഇങ്ങോട്ട് വന്നിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ എന്തെങ്കിലും താല്പര്യം ഈ വൈദിക മതം കാണിച്ചിട്ടില്ല. ഈ തന്ത്രവിദ്യ എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള തന്ത്രസാധനം കേരളത്തിൽ ജനകീയമായത് 1980-കളുടെ ഏകദേശം ആ കാലഘട്ടത്തിലാണ്. അതിന് നേതൃത്വം കൊടുത്ത ആൾ മാധവജി എന്ന് പറഞ്ഞ ഒരാളാണ്. അതുവരെ ഈ തന്ത്രവിദ്യയെക്കുറിച്ചും തന്ത്രസാധനയെക്കുറിച്ചും ആർക്കറിയായിരുന്നു?
അപ്പോൾ നമ്മൾ വേറെ കുറേ പറയാനുണ്ടാവും, മനസ്സിന് നിങ്ങൾക്കൊക്കെ ക്ഷീണമുണ്ടാവും. നമ്മുടെ ലക്ഷ്യം കൈവല്യമാണ്. എന്തായാലും ഈ കൈവല്യം തേടാൻ വേദപ്രമാണങ്ങളെ പോകാതിരിക്കലാണ് വിവേകം. ഒരിക്കലും ചേരില്ല. ഇത്തരം കാര്യം പിന്നെ വേറെ ഞാൻ പറയട്ടെ, ഇപ്പം നൈയായികന്മാരുടെ രീതി അങ്ങനെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല, മാറിപ്പോയി. യാഗം നടക്കുന്ന സ്ഥലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ വൈകുന്നേരം ബുദ്ധിപരമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ നൈയായികന്മാർ അവിടെ ചെന്നിട്ട് തങ്ങളുടെ റിസോർച്ച് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് വൈദികന്മാരുമായിട്ട് സംവാദത്തിലേർപ്പെട്ടിട്ട് അവരെ തോൽപ്പിക്കാറുണ്ടായിരുന്നു അത്ര. ഈ കാരണമുണ്ടായിരുന്നു ഇവർ ദർശനത്തിൻ്റെ പദവിയിലേക്ക് കുറേ കാലം ന്യായശാസ്ത്രത്തെ അംഗീകരിക്കാണ്ടിരുന്നത്. മനുസ്മൃതിയിൽ ന്യായശാസ്ത്രത്തിന് നേരെ വിധിയുണ്ട്. വളരെ വളരെ വ്യക്തമായിട്ട് ന്യായശാസ്ത്രത്തിനെതിരെ നിരാകരിക്കാനും അവർക്കുള്ള ശിക്ഷാവിധികളെന്ന് അങ്ങനെ ചില കാര്യങ്ങൾ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു തെളിവ് വിശകലനം ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ ചാനൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് നമ്മുടെ കാലനിർണ്ണയം. ഈ വൈദ്യന്മാരുണ്ടാക്കിയ വേറൊരു ദോഷം ഞാൻ പറയാൻ പോകുന്നത്, കലിയുഗം എത്ര വർഷമാണ്? അത് വേണ്ട. ഈ കാലത്തെ മനുഷ്യവർഷം ദേവവർഷം എന്ന് പറഞ്ഞിട്ട് വിഭജിച്ചവർ, അത് മനുസ്മൃതി വിഭജനം ഉണ്ടായത് കേട്ടോ. എന്താ ദേവൻ മനുഷ്യനുള്ളതിൻ്റെ ഈ വ്യത്യാസം എന്താ? ഞാൻ വിചാരിക്കുന്നത് അല്പം ഭാഗ്യമായി അസുരൻ എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ്. എന്താ കാരണം വെച്ചാൽ കൃഷ്ണനെ കൊന്നു എന്ന് പറയുന്ന രഘുവത്തിലെ സൂക്തത്തിൽ അത് ആ ഒറ്റ വരി മാത്രം ഞാൻ പറയാം. മനവേ ശാസൻ അവ്രതാൻ ത്വജം കൃഷ്ണ എന്ന് പറഞ്ഞാൽ വിപത്തിൽ മാറ്റാൻ കഴിയില്ല. കൃഷ്ണനെ ആരന്ധയൻ. മനവേ ശാസൻ എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രത്തിൽ നമുക്കൊരു ഒരു തിയറിയുണ്ട്. കുറ്റം ചെയ്തതിനെ ശിക്ഷിച്ചിട്ട് അത് കാണുന്ന ആളുകൾ കുറ്റം കഴിഞ്ഞ് മാറി നിൽക്കണം. ഡിറ്ററൻസ് തിയറി എന്ന് പറയും. ഇത് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണന്റെ വിശേഷണം അവ്രതാൻ ത്വജം. അവ്രതൻ എന്ന് പറഞ്ഞാൽ വ്രതമില്ലാത്തവൻ. വൈദികന്റെ വ്രതം എന്താ? യാഗം ചെയ്തു. ഈ ത്വജം എന്ന ശബ്ദത്തിനാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ അർത്ഥം അസുരനാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ യാഗം ചെയ്യാത്തവനാണ് അസുരൻ നമ്മളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചരിത്രപരമായിട്ട് ഒരു പറഞ്ഞു ഈ കാലഗണന. അപ്പം ദേവൻ അസുരൻ എന്ന് പറഞ്ഞില്ലല്ലോ, നമ്മളെ മനുഷ്യനെ അംഗീകരിച്ചല്ലോ, വളരെ സന്തോഷം. മനുഷ്യൻ്റെ കാലയുടെ മാത്രത്തെ 365 കൊണ്ട് ഹരിക്കുന്നതാണ് ദേവവർഷം. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയ ധാരാളം ആളുകളുണ്ട്. അതിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരാളായിരുന്നു ബാലഗംഗാധര തിലകൻ. ഞാൻ പറയുന്ന വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്ന് പറയുന്ന ആ പുസ്തകം വായിക്കണം. തിലകൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അതേസമയത്ത് അദ്ദേഹം ഭാരതീയ സംസ്കാരം നിഷേധിക്കുമായിരുന്നില്ല. അതിൽ അദ്ദേഹം പറയുന്നത് അറിയാം, കലിയുഗം കഴിഞ്ഞുപോയി എന്നാണ്. ഈ കാലഘട്ടമൊന്നും ശരിയല്ല. പിന്നെ ഈ ഭാവനയുടെ അടിസ്ഥാനം എന്ത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അദ്ദേഹം. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ യുക്തി വെച്ചിട്ട് ഈ കാലമുണ്ടാകുന്നത് സൂര്യനെ ഭൂമി ചുറ്റുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ. അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഇപ്പം നമ്മൾ നെറ്റ് നോക്കിയാൽ ഓരോരോ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥം അതിൻ്റെ കിലോമീറ്ററിൻ്റെ ഇത് കിട്ടും. അത് വെച്ച് സമയമൊക്കെ കൂട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇൻ്റർനെറ്റിലെ കുറേ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഈ സൗരയുഗത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ഭൂമിയിലെ സമയമാത്രയുടെ 365 ഇരട്ടി സമയം ലഭിക്കുന്ന ഭ്രമണപഥത്തിലൂടെ ഏതെങ്കിലും ഒരു ഗ്രഹം കറങ്ങുന്നുണ്ടോ അന്വേഷിച്ച് ഇങ്ങനെ കാണില്ല.
പിന്നെ അവിടെ എൻ്റെ അന്വേഷണം വഴികൂട്ടി നിൽക്കുക. പിന്നെ എവിടെ നിന്ന് വന്നു ഈ ഭാവന, ഇതിൻ്റെ യുക്തി എന്ത്? അതിനുശേഷമാണ് ഞാൻ തിലകൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈ ഭാവനയുടെ ഉറവിടം അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ്റെ ഉൽപ്പത്തിക്കാലത്ത് ധ്രുവപ്രദേശത്തായിരുന്നു ആളുകൾ കൂടുതൽ വസിച്ചിരുന്നത്. ഭൂമിയുടെ അയനത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ ഉത്തരായനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നുവെച്ചാൽ സൂര്യനെ ഭൂമി കറങ്ങുന്നതോടുകൂടി ഇങ്ങനെ ഒരു ചെറിയൊരു സമ്പ്രദായമുണ്ട്. ഭൂമി ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടാണ് കറങ്ങുന്നത്. അപ്പം ഈ സൂര്യനിൽ നിന്ന് നേരിട്ട് പ്രകാശം പതിക്കുന്ന ഭൂമിയിലെ ധ്രുവപ്രദേശം എന്ന് പറയുന്നത് 12 മാസമാണ് അന്നത്തെ കാൽക്കുലേഷൻ. ഇന്ന് പറയാൻ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 12 മാസമാണ് ധ്രുവപ്രദേശത്തെ ഒരു ദിവസം. അതായത് മനുഷ്യൻ്റെ ഒരു വർഷമാണ് ധ്രുവപ്രദേശത്ത് ഒരു ദിവസം. 6 മാസം പകലും 6 മാസം ഇരുട്ടുമാണ്. അതിൻ്റെ പ്രകൃതിയല്ല പ്രതിഭാസം ഈ അയനമാണ്. ഇതിനെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയുള്ള ഒരു റോങ് കൺസെപ്റ്റാണ് സമയത്തെ സംബന്ധിച്ച് ഈ ദേവവർഷവും മനുഷ്യവർഷവും. ഇതുണ്ടാക്കിയ കൺഫ്യൂഷൻ ചില്ലറയാണ്. ഈ ചില്ലറ ഞാൻ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്. ഹംസവിദ്യ തേടി സ്വാമിയുടെ ചെന്നപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്, കലിയുഗം കഴിയാറായി, ഇനി ഇന്നലെ പറഞ്ഞിരുന്നില്ലേ സത്യയുഗം വരുന്നു, അതുകൊണ്ട് സത്യയുഗത്തിൽ ഈ വിദ്യ പ്രചരിപ്പിക്കാൻ ആൾ വേണം. അന്നെനിക്ക് കാലഘട്ടത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ പഠിച്ച് ഡോക്ടറേറ്റ് വരെ നേടിയിട്ടുണ്ട് ഈ കാലഗണനയെ ആസ്പദമാക്കിയിട്ട്. കലിയുഗം കഴിഞ്ഞുപോയി എന്നുള്ളതാണ് പരമാർത്ഥം. അതിനെ ചെറിയൊരു ലോജിക്ക് കൊണ്ട് ഞാൻ സമർത്ഥിക്കാം. ക്ലാസിക്കൽ കാലഗണനയിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള പാരമ്പര്യം സൂക്ഷിച്ചു വന്നിരുന്നത് ജൈനമതമാണ്. ഭംഗഞ്ചന ഒന്നും കൂടി പറയാം. നമ്മുടെ അഭിമാന സംഭവമായിട്ടുള്ള നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ഉമാസ്വാതി എന്ന് പറയുന്ന ഒരു ജൈനമതക്കാരനാണ്. സപ്ലിമെൻ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കാലഗണനയിൽ എന്തുകൊണ്ടാണ് ആ ലോജിക് എന്ന് പറയുന്നത്? കലിയുഗം ഇരുണ്ട യുഗമാണ്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഈസിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഗാനന്ദ പരമഹംസരുടെ ഗുരുവായിട്ടുള്ള യുക്തേശ്വര ഗുരു ഏറെക്കുറെ യോഗസൂത്രത്തിന് സമാനമായിട്ട് കൈവല്യ ദർശനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം സംസ്കൃതത്തിൽ സൂത്രരൂപേണ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. ആ പുസ്തക രചനാകാലത്ത് അദ്ദേഹം പറയുന്നത് 176 കൊല്ലം കണ്ട് ദ്വാപര യുഗം ആരംഭിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ തർക്കത്തിന് കൂടുതൽ സാധ്യതയുള്ളതാണ്. തർക്കമില്ലാത്ത വിഷയമെന്ന് പറയുന്നത് എന്തായാലും ഇരുണ്ട യുഗമാണ്. എങ്ങനെയാണ് ഇരുണ്ട യുഗം എന്ന് പറയുന്നത് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള അസംഖ്യം സൗരയൂഥങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ കേന്ദ്രമായ ഒരു സൂര്യനെ ആസ്പദമാക്കി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോളാർ സിസ്റ്റം, നമ്മുടെ ഈ സോളാർ സിസ്റ്റം പരസ്പരം ഭ്രമണം ചെയ്യുന്നതോടുകൂടി ഈ സോളാർ സിസ്റ്റം ഒന്നിച്ച് ഈ കേന്ദ്ര സൂര്യനെ ഭ്രമണം ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഭ്രമണം ചെയ്ത് വരുമ്പം ഈ ഭ്രമണപഥത്തിൽ ഈ കേന്ദ്ര സൂര്യന് ഏറ്റവും അടുത്ത പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണപഥം എത്തുന്ന കാലഘട്ടമാണ് സത്യയുഗം. അങ്ങനെ വിളിക്കാനുള്ള ലോജിക്ക് എന്താ വെച്ചാൽ സത്യയുഗത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാലും തെളിഞ്ഞ ബുദ്ധിയാണ്. ബുദ്ധി തെളിയണേ പ്രകാശം വേണം. പ്രപഞ്ച സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് തെളിയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാലഘട്ടത്തിലാണ് അത് ഏറ്റവും അധികം മങ്ങുന്നത്, ഇരുൾ മൂടുന്നത്. ആ സമയത്ത് ബുദ്ധി പ്രവർത്തിക്കില്ല. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്വന്തം കീശവും തപ്പി നോക്കും, ഒരു മൊബൈൽ ഫോൺ കാണുന്നില്ല. നമ്മൾ ഇരുണ്ട ബുദ്ധിയുള്ള കാലഘട്ടത്താണ് ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സാധനം പുറത്തെടുത്തിട്ട് അയക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ്റെ ബുദ്ധി എന്തായാലും അറിയിച്ചിട്ടുണ്ടോ? ഇരുട്ടിലാണുള്ളത്. ഇനി വേറെ ഒബ്സർവേഷൻ കൂടി പറയാം. പൊതുവെ ആളുകൾ പറയാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജനറേഷൻ
നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നതൊന്നും എല്ലൊന്നും കേൾക്കില്ല. പരാതിപ്പെടേണ്ട. പോകണോ? ഭക്ഷണം കഴിച്ചോ? ആയിക്കോട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കില്ല. കാരണം അവരുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ പ്രപഞ്ച സൂര്യനായിട്ട് സാമീപ്യം അവരെ അനുഭവിക്കുകയാണ്. അപ്പം അവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന പ്രത്യയങ്ങളിലൊക്കെ പ്രകടമായ മാറ്റങ്ങളുണ്ടാവും. അത് അംഗീകരിക്കില്ലാതെ ഒരു വഴിയില്ല. ഈ ഒരു തത്വം അംഗീകരിച്ചാൽ തന്നെ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പകുതി സോൾവ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബുദ്ധിപരമായി ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കലിയുഗമല്ല. ഇനിയും അങ്ങോട്ട് പോകുമ്പം ബുദ്ധിയിൽ നമുക്ക് കൂടുതൽ വികാസമുണ്ടാകുകയും നമ്മൾ കണ്ണം തെപ്പിക്കുന്ന കൂടുതൽ നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നെ ഇത് ഏത് യുഗമാണ് എന്ന് നിർണ്ണയിക്കാൻ കുറച്ച് പണിയുണ്ട്. അതിന് ഈ സപ്തർഷി കലണ്ടർ ഒക്കെ ആധാരമാക്കിയിട്ടുള്ള ചില തീസിസുകളുണ്ട്. പക്ഷെ അവിടെ അന്വേഷിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. സപ്തർഷികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആകാശത്ത് പിന്നെ വടക്കൻ ധ്രുവത്തെ കവർ ചെയ്യുന്ന ആകാശത്തിൽ നോക്കിയാൽ നമ്മുടെ കുറച്ച് നക്ഷത്രങ്ങൾ കാണാം. ആ നക്ഷത്രങ്ങളെ ഇങ്ങനെ രേഖ കൊണ്ട് യോജിപ്പിച്ചാൽ നമ്മുടെ ഈ അർബാന മാതിരി ഉണ്ടാവും. 2 പിടി ഉണ്ടായാലും 1 പിടിയേ കാണുള്ളൂ. ഈ അർബാനയുടെ ഇതിനാണ് സപ്തർഷികൾ 7 നക്ഷത്രങ്ങളാണ് പറയുന്നത്. ഈ അർബാനയുടെ പിടി ഏത് നക്ഷത്ര മണ്ഡലത്തിലാണ് നിൽക്കുന്നത് എന്നാണ് കാലഗണനയ്ക്ക് ആധാരമാക്കിയിരുന്നത്. 2 വ്യത്യസ്ത പുരാണങ്ങളിൽ ഒരു നക്ഷത്രമണ്ഡലത്തിൽ സപ്തർഷികൾ നിലനിൽക്കുന്നത് 100 വർഷമാണെന്നും വേറൊന്നിൽ 200 വർഷമാണ് എന്നും പറയുന്നുണ്ട്. പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ കുറച്ചു കാലം ഇത് കൊണ്ടുനടന്നിരുന്നു. ഞാൻ അതിലൊരാളെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ സംശയങ്ങൾക്ക് നിവൃത്തി തരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുക, ഈ സപ്തർഷികളെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന കൺസെപ്റ്റ് എനിക്ക് പൂർണ്ണമായിട്ടൊന്ന് അറിയാൻ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ് സാധിച്ചിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ കാലനിർണ്ണയം എന്ന് പറയുന്നതും ഈ വൈദികന്മാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ കാലനിർണ്ണയത്തിലൂടെയാണ് നമ്മളെ കടന്നു പോകുന്നത്. ഒരു തരത്തിലും അത് അംഗീകരിക്കരുത്. ഇപ്പോൾ കാലം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബാധിക്കാനൊന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിത ദർശനങ്ങൾ അത് കടന്നു വന്നിട്ട് ഒരു തെറ്റായ പരിണാമം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ യശസ്സിന് അഭ്യുദയത്തിനൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും. അപ്പം അങ്ങനെ കൈവല്യ വാദങ്ങൾ മുഴുവൻ പറയാൻ വേണ്ടിയുള്ള വിഷയം മാറിപ്പോയി, സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്തായാലും കൈവല്യം എന്ന് പറയുന്നത് വളരെ ചുരുക്കത്തിൽ പുരുഷൻ പ്രകൃതിയിൽ നിന്ന് മനസ്സിലൂടെ വരുന്ന ഇന്ദ്രിയ ബോധങ്ങളിൽ നിന്ന് നമ്മുടെ ബോധം പുരുഷൻ അത് അംഗീകരിക്കാതെ വിട്ടുനിൽക്കുന്നതിനാണ് കൈവല്യം എന്ന് പറയുന്നത്. സാധനാപരമായ അർത്ഥത്തിൽ സമാധി വൃത്തികൾ ബീജങ്ങൾ ക്ഷയിച്ച പിന്നെ നമ്മുടെ ചിത്തത്തിന് സമാധി അവസ്ഥയിലേക്ക് പോകുന്ന ഛിദ്രങ്ങളുണ്ടാവും, വിടവുകളുണ്ടാവും. ഈ വിടവുകൾക്കൂടെയാണ് നമ്മുടെ സ്ഥായിയായ അവസ്ഥ നഷ്ടപ്പെടുന്നത്. വീണ്ടും ഈ വിടവ് വരുത്തുന്ന നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള ബീജങ്ങൾ അതിനെ ക്രിയാവുകളിലോ ധ്യാനങ്ങളിലൊക്കെ നശിപ്പിച്ചിട്ട് വിടവുകൾ അകന്നിട്ട് അഖണ്ഡമായിട്ടുള്ള ഈ അവസ്ഥ നമുക്ക് സമാധിയിൽ വരും, തൈലധാര പോലെ വരും. അങ്ങനെ തൈലധാര പോലെ അനുഭവിക്കുന്ന സമാധിയാണ് ധർമ്മമേഘ സമാധി എന്ന് പറയുന്നത്. ഇതിനെയാണ് മഹാസമാധി എന്ന് നമ്മൾ പറയുന്നത്. എൻ്റെ ഒരു അനുമാനം എന്താ വെച്ചാൽ ഈ മഹാസമാധി ഈ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് യോഗിക്ക് ഈ ശരീരത്തെ അങ്ങനെ നിലനിർത്താം. ഇനി അല്ലെങ്കിൽ ഭൂതജയസിദ്ധി ഉപയോഗിച്ച് പരിണാമത്തെ വിപരീത ദിശയിൽ നയിച്ചുകൊണ്ട് ഇതിനെ അപ്രത്യക്ഷമാക്കാം. ഈ 2 മാർഗങ്ങളാണ് കൈവല്യാവസ്ഥയിലെത്തുന്നതും യോഗിയുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി എന്താ ചോദിക്കാം?